ഇവിടെ പലരും വന്ന് റൂം എടുത്തിട്ടുണ്ട്. അതൊക്കെ എനിക്കറിയാം. ചെറുപ്പക്കാരായ 2 പേര്, ഒരാണും ഒരു പെണ്ണും ഇവിടെ ഒന്ന് റൂം എടുത്തോന്ന് അറിയണം. ചോദിച്ചാട്ടില്ലേ ഇവിടെ ഇന്നലെ അങ്ങനെ ആരെങ്കിലും വന്ന് റൂം എടുത്തോന്ന്? അങ്ങനെ ആരും ഇവിടെ താമസമില്ല. നിങ്ങൾ ആ രജിസ്റ്ററിങ് എടുക്ക്. രജിസ്റ്റർ കാണിക്കാൻ താനാരാ? പോലീസ് കമ്മീഷണറാ? ഈ നിൽക്കുന്ന ആരാന്നറിയോ? 8 പേരെ വെട്ടിക്കൊന്ന ചാട്ടുള്ളി റജി, ഇവിടുത്തെ പ്രശസ്ത ഗുണ്ടയാ. ഉണ്ടേ പരിപാടിയൊന്നും ഇവിടെ വേണ്ട. നിന്റെയൊക്കെ ഉണ്ടായിസേ ഇവിടെ വില പോവില്ല. കൂടുതൽ കളിച്ചാലേ കാടിനകത്ത് കിടന്ന് ഉരുളും നിന്റെയൊക്കെ തലകള്. ഗുണ്ടകളാണത്രേ, ഗുണ്ടകള്. ഒളിച്ചിരിക്കണ്ട, ഇങ്ങ് പോരെ. അയ്യോ, അങ്ങനെയല്ല സർ. ചുറ്റിക്കളിയായിരുന്നല്ലേ? സർ, അങ്ങനെയല്ല. ഞങ്ങള് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇതുവരെ കല്യാണം കഴിഞ്ഞില്ലല്ലോ. ആ താലിമലയെ വ്യാജമായിരുന്നു അല്ലേ? മോള് ചങ്ങരിട്ട് തൊഴിക്കാൻ പോകുന്ന ആ തന്തയുടെ പേരെന്തുവാ? മറ്റൊന്നിനുമല്ല, എനിക്കൊരു കൂട്ടുകാരനായല്ലോ. അതെ, ഞാനൊരു ഫലിതം പറഞ്ഞതാ കേട്ടോ. നിങ്ങളെ കണ്ടാൽ അറിയാം നിങ്ങൾ അത്തരക്കാരല്ല എന്ന്. മോന് കിട്ടുന്ന പുണ്യമായി പെൺകുട്ടി. ദേവനെ മോളുടെ ഭാഗ്യമാ. പിന്നെ എനിക്കൊരു അപേക്ഷയുള്ളൂ. മാതാപിതാക്കളുടെ കണ്ണീര് കാണാതെ നിങ്ങൾ കല്യാണം കഴിക്കണം എന്ന് ദൈവം നിങ്ങളെ തീർച്ചയായും അനുഗ്രഹിക്കും. താങ്ക് യു. ആ ശരി, എന്നാ പോയിട്ട് വരൂ. എന്താ? അല്ല, പ്രായത്തിൽ എന്നെക്കാട്ട് ഇളയതായതുകൊണ്ടും ഞാൻ മൂത്ത അളിയനായോണ്ടും ഒരധികാര പാപത്തി വിളിച്ചതാണ്. സോറി, കുഴപ്പമില്ലല്ലോ. മൂത്തളിയൻ സോറിയൊക്കെ പറയുമായിരിക്കും, പക്ഷേ എനിക്ക് സത്യം അറിയണം. എന്ത് സത്യം? അല്ല, ഒരു പെണ്ണിനെ മോഹിപ്പിച്ചിട്ട് ചതിക്കുന്നത് തെറ്റാണ് മോനെ. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? എനിക്ക് പല ജോലി തിരക്കും ഉണ്ടാവും. ഒരുപക്ഷെ ഒരു രാത്രി ഞാൻ വന്നില്ല എന്നൊരിക്കും. ആ മന്ത്രിയുടെ മകളുമായിട്ടേ കറങ്ങി നടക്കുന്നതാണോ നിങ്ങളുടെ ജോലി തിരക്ക്? Shut up, you. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ പേഴ്സണലായ കാര്യങ്ങളിൽ ഇടപെടാൻ ഒരാളെ ഞാൻ അനുവദിക്കില്ല. പത്മാവതി അമ്മായിയുടെ മരുമകനാവാൻ പോവാ. എന്താ സന്തോഷായില്ലേ? ഞാനും ഋതികയും തമ്മിലുള്ള കല്യാണം ഉടനെ നടക്കും. നീ ഒരു പാവപ്പെട്ട പെണ്ണിനെ പറഞ്ഞു പറ്റിച്ച് അവൾക്കൊരു ഉദാത്തമായ സംഭാവന നൽകിയിട്ടുണ്ടല്ലോ, ഒരു കൊച്ചിനെ. ആ കൊച്ചിനെയും കളിപ്പിച്ച് ആ പെണ്ണിന്റെ കൂടെ മര്യാദയ്ക്ക് പോയി ജീവിക്കടാ. അതെന്നെ എല്ലാരും കൂടി ചതിച്ചതാ. ആ കൊച്ചു എന്റെ ഒന്നുമല്ല. നിന്റെ മോന്ത കൊച്ചിനുണ്ടെന്ന് പലരും പറയുന്ന കേട്ടു. നിന്റെ ഡിറ്റോയാ കൊച്ച്. അല്ലെങ്കിലും ഈ കള്ളത്തരം കാട്ടി ഉണ്ടാവുന്ന മക്കളെല്ലാം അതിന്റെ അപ്പന് വെല്ലുവിളിയാ. പറഞ്ഞു പറഞ്ഞു നിങ്ങളങ്ങ് തകർക്കുവാണല്ലോ. പത്മാവതി സത്യം പറഞ്ഞതാടാ.
നിങ്ങളുടെ ഒരു സത്യം. ഞാൻ നിങ്ങളെ കൈവയ്ക്കാത്തത് നിങ്ങൾ എന്റെ അമ്മായിയമ്മ ആയതുകൊണ്ടാ. എന്റെ മകളുടെ പരിസരത്ത് അടുത്ത് പോയാ നീ കരിഞ്ഞു പോകും. അവളുടെ ചൈതന്യം ദൈവം കൊടുത്തതാ. ആ ദൈവം തന്നെ നിന്നെ ഇല്ലാതാക്കും. നീ എന്റെ മകളെ കെട്ടൂന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായല്ലോടാ. എന്നിട്ട് എന്തായി? ആ കല്യാണ പന്തലിൽ വെച്ച് നാട്ടുകാരുടെ മുന്നിലെ നാണം കെട്ട് മറ്റൊരു പെണ്ണിനെ കെട്ടേണ്ടി വന്നില്ലേ നിനക്ക്? എടാ, കാലം സാക്ഷിയടാ എല്ലാത്തിനും. ആ കാലം തന്നെ എല്ലാത്തിനും കണക്ക് ചോദിക്കും. നിർത്ത് നിങ്ങളൊരു പ്രസംഗം. പണ്ടെന്റെ അമ്മയുടെ നാത്തൂനായിരുന്നതുകൊണ്ടാ നിങ്ങളോട് ഞാൻ ക്ഷമിച്ചിരുന്നത്. പിന്നെ നിന്റെ ഒരു അമ്മ, അവള് മഹാലക്ഷ്മിയല്ലേ, ഐശ്വര്യ ദേവത. അവള് യക്ഷിയാടാ, രക്തം കുടിക്കുന്ന യക്ഷി. നിർത്ത്. എന്റെ അമ്മയെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് എന്താ യോഗ്യത? എന്നാ യോഗ്യതയുള്ള നിന്റെ അമ്മയോട് പോയി ചോദിക്കടാ. മഹാദേവ വർമ്മ എന്നൊരാളുടെ പേരറിയാവോന്ന്? മഹാദേവർമ്മയോ? അതെ, ആ പേര് നീ ഒന്ന് പറഞ്ഞു നോക്ക്. അപ്പോ നിന്റെ അമ്മ ഒരു ഉത്തരം തരും. ആ മറുപടിയുമായി നീ എന്റെ നേരെ വാ. നീ ഇപ്പൊ ചെല്ല്.